ഹലോ, വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. ക്രിസ്മസ് ടൈമിൽ ഒരു ലണ്ടൻ ട്രിപ്പ് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു ഗേൾസ് ട്രിപ്പും കൂടെ ആയപ്പോൾ ഐ സെഡ് യെസ്. ഒറ്റ മോർണിംഗ്, ഒരു സാറ്റർഡേ മോർണിംഗ് ഇങ്ങനെ തനിയെ നമ്മൾ ലണ്ടനിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാം. സോ എക്സൈറ്റഡ്. ലണ്ടൻ വിക്ടോറിയ ബസ് സ്റ്റേഷനിലായിരുന്നു ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവാണ്. ദെൻ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഗേൾസിനെയും കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാ എല്ലാവരെയും മീറ്റ് ചെയ്യാണ് ഈ ഒരു ടൈമിൽ. ദെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് വിക്ടോറിയ സ്റ്റേഷനിൽ നിന്ന്. ഷീ ട്രാവൽസിൻ്റെ ലണ്ടൻ ട്രിപ്പിലാണ് നമ്മളുള്ളത്. 2 ദിവസത്തെ ട്രിപ്പാണ്. ഫസ്റ്റ് ഡേ നമ്മൾ ലണ്ടൻ എല്ലാം ഒന്ന് കറങ്ങുന്നു. ദെൻ സെക്കൻഡ് ഡേ വരുന്നത് പെയിൻറ്റ് ബോളാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ മാത്രം വേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. സെക്കൻഡ് ഡേ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ നമ്മൾ ദൂരെയുള്ളവരായതുകൊണ്ട് സ്റ്റേക്കേഷനാണ്. എനിക്കൊരു 3 hours ജേർണി ആയിരുന്നു. ബാക്കിയുള്ളവർക്ക് 8 hours ഉണ്ട്, 7 hours ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് വൈബാണ്. ഹോസ്റ്റലിലെത്തിയപ്പോൾ അതേ എല്ലാ രാജ്യത്തിൻ്റെയും നോട്ടും റൈറ്റിങ്സും ഒക്കെ ആയിട്ട് അടിപൊളി. എൻ്റെ 3ാമത്തെ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പാണിത്. സാധാരണ എനിക്ക് ഫസ്റ്റ് ടൈം തോന്നിയ പോലെ അങ്ങനെ ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഇത്തവണ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഗേൾസ് വൈബിൽ പോവാം എന്നുള്ളൊരു ഫുൾ മൈൻഡ് സെറ്റിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുടെ റൈറ്റിങ്സ്, നോട്ട്സ് ഒക്കെയാണിത്. ശരിക്കും ഇത് വായിച്ചു നോക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, അങ്ങനെ പല രാജ്യങ്ങൾ. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും തന്നെ സ്ട്രേഞ്ചേഴ്സ് ആണെന്നും ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അവർ വിചാരിച്ചത് നമ്മൾ ഫ്രണ്ട്സ് ആണ് ഈ ഒരു റൂമൊക്കെ എടുത്തിരിക്കുന്നതെന്നൊക്കെയാണ്. എനിവേയ്സ് അതൊരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. ദെൻ നമ്മൾ റൂമിലേക്ക് പോവാണ്. ഗ്രൗണ്ട് ഫ്ലോർ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് ഹോസ്റ്റലിൽ കയറുമ്പോൾ മേലെയാണ് കിട്ടുന്നത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. നല്ല രസമുണ്ട്. ഇൻഫ്ലുവൻസർ ജീന ആയിരുന്നു നമ്മളെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലതാണ്. നമുക്ക് പോവാലോ. വേഗം പോയേ കേട്ടോ, നമുക്ക് സമയമില്ലേ. വളരെ നല്ല വെതർ. അതെ അതെ അതെ, നല്ലൊരു എന്താ പറയാ, ഈ ഡിസംബറിൽ ഇങ്ങനെ ഒരു വെതർ ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മുടെ ഒരു മൈൻഡ് തന്നെ മാറിയല്ലേ പെട്ടെന്ന്. രാവിലെ ഞാൻ വന്നപ്പോ കുറച്ചൊരു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അടിപൊളി. ഓ, നൈസ് വ്യൂ. ഈ സൈഡിലോട്ടൊക്കെ വന്നിട്ടുണ്ടോ? ആ, ഉണ്ട്. ഷീ ട്രാവലിൻ്റെ ഈ ഒരു 2 days ലണ്ടൻ ട്രിപ്പിൽ അവിടെ ഉള്ളവരും വന്നിട്ടുണ്ടായിരുന്നു, ലണ്ടനിലുള്ളവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാം. അവർക്ക് സ്റ്റേ ഇല്ലാതെ തന്നെ ചൂസ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് എത്തുന്ന സമയം കൊണ്ട് അവർ ഈ ഒരു സ്ട്രീറ്റിലേക്ക് എത്തായിരുന്നു. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ക്യാംഡൻ സ്ട്രീറ്റിലാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ട്രീറ്റാണ്. നമ്മൾ കുറേ പാലങ്ങളും ബാക്ക് വാട്ടേഴ്സൊക്കെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. ക്യാംഡൻ മാർക്കറ്റ് ശരിക്കും നല്ല ഈസ്തെറ്റിക് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ നിറയെ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. എന്താ പറയുക, ഇനിയിപ്പോൾ വിശന്നിരിക്കുന്ന ഒരു സമയമാണ്, അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 10-15 ഗേൾസ് ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പായിട്ട് ഫുഡ് എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങിയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കുറേ ഫുഡ് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഷവർമ സാലഡാണ്. അടിപൊളിയായിരുന്നു. ഇതൊരു ചിക്കൻ പാസ്തയുടെ ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ ബറീറ്റോസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും നല്ലതായിരുന്നു. ഇതിനൊക്കെ ക്യൂ നിൽക്കുന്ന ഒരു സമയം നമ്മൾ വാങ്ങിയത് എല്ലാവരും കൂടി ഇങ്ങനെ ഷെയർ ചെയ്ത് ഒരു എക്സ്പ്ലോറിങ്, അതൊരു അടിപൊളി പരിപാടിയല്ലേ. അപ്പോൾ ഇത് നല്ലതായിരുന്നു. ഇതാണ് ആ ഒരു ബറീറ്റോസ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇങ്ങോട്ട് കുറച്ചും കൂടെ ഒക്കെ നടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഇത്രയും തിരക്കിനിടയിൽ നമുക്ക് ഇരുന്നൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്പേസസ്, അതുപോലെ പല രാജ്യങ്ങളിലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് അതുപോലെ ഡെസേർട്ട് ഐറ്റംസ് ആയാലും നമ്മൾ നിറയെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡയറ്റ് നോക്കിയിട്ട് കാര്യമില്ല. സോ എക്സ്പ്ലോർ ചെയ്യുക, അത്ര തന്നെ. നല്ലല്ലേ? മുകളിലുള്ളത് മാത്രമാണെന്ന് ചോദിച്ചു, പക്ഷെ ഉള്ളിലുണ്ട്, നിറച്ചുണ്ട്. ഇത് ടാക്കോ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബീഫല്ല, പോർക്കാണ്. ഞാൻ ആദ്യം ബീഫാണെന്നാണ് വിചാരിച്ചിരുന്നത്. Guys, how was it? The reaction rate out of 10. 10. 10. Oh.
ഇത് ഉണങ്ങിപ്പോയി. സംഭവം സൂപ്പർ ആയിരുന്നു, പക്ഷെ കല്ലായി പോയി. ശരിക്കും ഇത് മലയാളികളുടെ ട്രിപ്പാണെങ്കിലും മിക്കവാറും നമ്മൾ തെലുങ്ക് പീപ്പിൾ അല്ലെങ്കിൽ തമിഴ് പീപ്പിളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. നല്ല രസമാണ്, അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഇത്തവണത്തെ ട്രിപ്പിൽ ആൾ പാരീസിൽ പോകാനിരിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് മലയാളികളുടെ കൂടെയാണ് അതും പോണത്. സോ അതിന് മുൻപ് ഒരു ട്രിപ്പ് നമ്മളുടെ കൂടെ ഒരു 2 days ട്രിപ്പ് വന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അടുത്ത ട്രിപ്പിന് പോകാമെന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ആൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ, പക്ഷേ ഇതൊരു പാൻ കേക്ക് പോലത്തെ ഒരു ഐറ്റത്തിൽ അവർ ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട്, പക്ഷേ ആ ഒരു എക്യുപ്മെൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ ആ ഒരു റൗണ്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ദോശയൊക്കെ ഉണ്ടാക്കാൻ എന്ത് സിമ്പിളല്ലേ അത് വെച്ചിട്ടൊന്ന്. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോറിങ്ങിന് ശേഷം അമ്മാതിരി കഴിച്ചിട്ടുണ്ട്, അത്രയും കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വാങ്ങുന്നു, എല്ലാവരും കഴിക്കുന്നു, ഇത് തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ നമ്മളിനി പോകുന്നത് റെജൻ സ്ട്രീറ്റ് ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെ ഫുഡിങ് പരിപാടികളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ട്യൂബിൽ എടുക്കാൻ പോവുകയാണ്. നമ്മളിനിയിപ്പോൾ വിൻ്റർ വണ്ടർലാൻഡിലേക്ക് പോകാൻ പോവുകയാണ്. അതൊരു അടിപൊളി പ്ലേസാണ്. നമ്മൾക്ക് ഇനിയിപ്പോൾ അർമാദിക്കാൻ ഒരു 2-3 മണിക്കൂർ ഏകദേശം അവിടെ സ്പെൻഡ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈവനിങ്ങിൽ ഒരു 5 PM ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും. അപ്പോൾ എനിക്കും അതേ 5 PM ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് ഞാൻ പിന്നെ പറയാം. ദെൻ നമ്മളിപ്പോൾ ട്യൂബിലേക്ക് കയറാൻ പോവുകയാണ്. കുറേ ബേസ്മെൻറ്റ് ഏരിയയിലാണ് നമ്മൾ ഈ ഒരു വന്നിരിക്കുന്നത്. ഏതാണ്ട് നമ്മൾ ഭയങ്കര ബേസ്മെൻറ്റ് ഫ്ലോറിലെത്തിയല്ലേ. താഴെ ഏതോ ഇല്ല ചെന്ന പോലെ ഉണ്ട് ഗുഹയ്ക്കകത്തൊക്കെ. അടിപൊളി, ഇത് നോക്കൂ, നിറച്ച് കാറ്റടിച്ചിട്ട്. ട്യൂബിന്റെ ഷേപ്പ് ഒരു ഇത്തിരി വ്യത്യാസമുണ്ട്. എല്ലാ രസമല്ലേ നോക്കി. ഇവിടെ ലണ്ടനിൽ വരുമ്പോൾ നമ്മൾ കാണാറുള്ളതാണ് ഇങ്ങനെ എസ്കലേറ്റേഴ്സ് ഇത്രയും വലിയ ഹൈറ്റിലോട്ട് ഭയങ്കര ഹെവി ആയിട്ട് ഇങ്ങനെ ഉള്ളത്. നല്ല രസമാണ്. അങ്ങനെ നമ്മൾ വിൻ്റർ വണ്ടർലാൻഡിലേക്ക് എത്തുന്ന ഒരു ടൈമിൽ ക്രിസ്മസ് മാർക്കറ്റ്സും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറേ ലൈറ്റ്സും ഡെക്കറേഷൻസും ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു റെഡും ഗ്രീനും ആ ഒരു ലൈറ്റ്സിൻ്റെ ഒക്കെ ഒരു ഭംഗി അടിപൊളിയാണ്. അത് നല്ല തിരക്കായിരുന്നു അവിടെയും. അങ്ങനെ ആ ലൈറ്റ്സൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇനിയിപ്പോൾ ബസ്സിലാണ് നമ്മൾ വിൻ്റർ വണ്ടർലാൻഡിലേക്ക് പോകുന്നത്. ഒരു 20 minutes ഒക്കെ ഉണ്ട് നമുക്കിനി ബസ്സിന് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ബസ്സിലിരുന്നിട്ട് ഈ ലൈറ്റ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഒരു ബസ്സിൽ ലോക്കലായിട്ടുള്ള ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ, മേലെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഈ വ്യൂ അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് ലൈറ്റ്സ് എല്ലാം കാണാം. ആ ഒരു വലിയ റേറ്റിൻ്റെ ആ ഒരു ബസ്സിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി ഇത് കണ്ടിട്ട്. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് സീറ്റിലാണ് ഇരുന്നത്, ബിക്കോസ് ഫ്രണ്ടിൽ കുറച്ച് തിരക്കായിരുന്നു. സോ നമ്മൾ ബാക്കിലിരുന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അൺപ്ലാൻഡ് ആയിട്ടൊരു ലണ്ടൻ വിസിറ്റ് ഉണ്ടായിരുന്നു December 1st വീക്കിൽ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡേയിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റ്സ് മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ഒക്കെ കവർ ചെയ്തിട്ട് നിറയെ ലൈറ്റ്സ് ആയിട്ട് ആ ഒരു ഏഞ്ചൽസിനെയൊക്കെ കണ്ടിട്ട് അത് മാത്രമായിട്ട് ഒരു ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് പേര് നമ്മുടെ ഈ ഒരു ഡേ കഴിഞ്ഞ ആ ഒരു ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാണുമ്പോൾ തന്നെയും ഐ വാസ് റിയലി ഹാപ്പി. അങ്ങനെ നമ്മളിവിടെ എത്തി. ശരിക്കും പറഞ്ഞാൽ 5 PM ടിക്കറ്റാണ് ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ മെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ടിക്കറ്റ് മെയിലിനകത്ത് ഇല്ല. എൻ്റെ കൂടെ ഇതുപോലെ 2 പേരും കൂടെ വേറെ ടൈമിങ്ങിലുള്ളവരുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഗ്രൂപ്പായിട്ട് കയറാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായി ഞങ്ങൾ. ദൂരേന്ന് നമുക്ക് ഈ ഒരു റൈഡ്സ് ഒക്കെ കാണാം. അങ്ങനെ തന്നെ കിളി പോയിട്ടാണ് ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആസ്ട്രോണോട്ട് സ്റ്റാർട്ട് ഫ്ലയറിലൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് വേണം എനിക്ക് ഇതൊക്കെ കണ്ടു. ഞങ്ങളങ്ങനെ മറ്റേ എയറോനോട്ടിക്സ് സാധനത്തിനകത്ത് കയറാൻ പോവാണ്. ഞാൻ ഇവളുമാരെ മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകും. ഞങ്ങള് 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റില്ല. അങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഇത്രയും വൈബിലാണ് നമ്മൾ ഇനിയിപ്പോൾ അർബാദിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ക്യൂവിൽ നിന്ന് ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് വേണം നമുക്ക് അകത്ത് കയറാനായിട്ട്. അപ്പോൾ ഇനി 5 PM ടിക്കറ്റ്സിലുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഈ 7 PM 9 PM അവരെ അകത്ത് കയറ്റുമോ എന്നുള്ളതാണ് അടുത്ത ടെൻഷൻ എന്ന് പറഞ്ഞാൽ. എങ്ങനെയും കാല് പിടിച്ച് കയറണം എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. ഇതിനകത്ത് കയറാനാ ഒരണക്ക്
അനക്കമില്ല, ഒരു വീഡിയോ ആണിത്. ഇനി നമ്മള് കേറാൻ പോവാണെന്നൊക്കെ വിചാരിച്ചോണ്ട് കേറാൻ പോവാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. പക്ഷെ എന്താ പറയാ, ഒരു ജയന്റ് സ്വിങ്ങിനൊക്കെ ശേഷം എനിക്കിത് കയറാൻ തോന്നുന്നുണ്ട്. എൻ്റെ ടിക്കറ്റിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും ടിക്കറ്റ് എടുത്തേക്കാണ്. രണ്ട് ടീം, സത്യം പറഞ്ഞാൽ നമ്മൾ 2 ആൾക്കാർക്ക് 2 ടൈമിനായിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന്, ഒരുമിച്ച് കയറ്റുമോ ഇല്ലയോ എന്ന് അവിടെ ചെന്നാലേ അറിയുള്ളൂ. സോ ഞങ്ങൾക്ക് 8 മണിക്കും ഇവർക്ക് 5 മണിക്കുമാണ് ടിക്കറ്റ് വന്നേക്കുന്നത്. നോക്കണം, അത് കിട്ടിയില്ലെങ്കിൽ ഒരു വീഡിയോ വേറെ എടുക്കുന്നതാണ്. കിട്ടി ഗൈസ്, കിട്ടി. നമ്മൾ കാല് പിടിച്ച് മേടിച്ചു. അതിലല്ലേ പോണ്ട, നമുക്ക് ഒറ്റ കറക്കേ ഉള്ളോ? ഞാനൊരു പക്ഷേ ഇതിങ്ങനെ നേരിട്ട് വന്ന് കണ്ടിട്ട് ഇതിൽ കയറാനായിരുന്നെങ്കിൽ ഒരിക്കലും കയറത്തില്ലായിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലെ റീൽസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ അത് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞ് ഞാനിതിൽ കയറാം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ബിക്കോസ് അകത്തിരിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. സോ അത് കയറാം, അങ്ങനെയൊക്കെ ഒരു ഐഡിയ. ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ബിക്കോസ് എല്ലാവരും ചെയ്യുന്നതല്ലേ, കൂളാണ് എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനിതിനകത്തോട്ട് ഇനിയിപ്പോൾ കയറാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിങ്ങനെ ഒന്ന് വാച്ച് ചെയ്തു, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ, ഇങ്ങനെ മേലേക്ക് പോകുന്നു. ഒറ്റ റൗണ്ടേ ഉള്ളൂ. മേലെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിട്ട് എന്നിട്ട് പയ്യെ ഇങ്ങനെ താഴുവാണ്. സോ ആ ഒരു ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോഴായിരിക്കും അതിന് ഒരു ഹൈ ഇഫക്റ്റ്. അതിൻ്റെ താഴ്ത്ത് വരുമ്പോൾ നമ്മൾ എന്തായാലും അർമാദിക്കായിരിക്കും എന്നുള്ളത് ആണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. അതെ, നീ കയറുന്നുണ്ടോ? നീ കയറുന്നുണ്ടോ? അതിൽ കയറുന്നുണ്ടോ? അതാണ് ഇവിടെ മെയിൻ. അതല്ല, അത് മെയിനായിട്ട് അതിലാണ് കയറുന്നത്. എല്ലാവരും അങ്ങോട്ട് വേണോ? അടിപൊളി. പേടിയടി. ചെറിയ നമ്മൾ ഇതിലാണ് പിടിച്ചിരിക്കുന്നത്. എനിക്ക് മേലോട്ട് നോക്കാൻ എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഇത് ഫിക്സ് ചെയ്തിട്ട് നമുക്കിനി അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി ഇതിലേക്ക് കയറാം ഉള്ള പ്ലാനുകളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരുപാട് കാണാനുണ്ട്. നല്ല അടിപൊളിയൊരു പ്ലേസാണ്.